ഹായ് ഓൾ. നമ്മൾ കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പിന്നെ സെറാമിക്കിൻ്റെ പോട്ട്, കത്തി, ഗ്ലാസ്, ഇവയെല്ലാം എങ്ങനെ നന്നായി വൃത്തിയാക്കാമെന്ന് നോക്കാം. ഞാനിത് സിങ്ക് അടച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചു, കുറച്ച് സോപ്പും പൊടി ഇട്ടു. ഫുള്ളായിട്ട് ഞാൻ സിങ്കാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കുറേ പാത്രങ്ങൾക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ടബോ മറ്റോ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്, ഒരു സെറ്റ് പാത്രം കഴിഞ്ഞാൽ അടുത്ത സെറ്റ് പാത്രം അതേ ഇതിൽ തന്നെ ഇടാം. ഇത് ഞാനിപ്പോൾ എനിക്ക് ഇത്രയും പാത്രങ്ങളേ ഉള്ളൂ. ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ ഇട്ട് വെക്കുന്ന ഈ പാത്രമൊക്കെ ഞാനിതിൽ നന്നായി പുതിർത്തി വെക്കുകയാണ് കേട്ടോ. ഈ പാത്രങ്ങളെല്ലാം മുങ്ങാനുള്ള വെള്ളം ഫുള്ളും സിങ്ക് നിറച്ചും വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ക്ലോറക്സ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോറക്സ് ആണ് ഇതിനെ ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒഴിഞ്ഞതിന് ശേഷം ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് പുതിർത്തി വെക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അലൂമിനിയത്തിൻ്റെ ഒരു പാത്രവും ഇങ്ങനെ കഴുകാൻ പറ്റില്ല കേട്ടോ. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ അത് ഞാനിപ്പോൾ ഒരു 3-4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നന്നായി ക്ലീനായിട്ടുണ്ട്. അങ്ങനെ സിങ്ക് തുറന്നു. ഇനി ഗ്ലൗസ് ഉപയോഗിക്കാം. ഇങ്ങനെ ക്ലോറക്സ് അല്ലേ, അപ്പോൾ കയ്യിൽ എന്തെങ്കിലും പറ്റണ്ട. അപ്പോൾ നമ്മൾ ആ സിങ്ക് തുറന്നതിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞ് നന്നായി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. നന്നായി ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി കഴുകി. ഗ്ലാസ്സൊക്കെ കണ്ടില്ലേ എന്ത് ക്ലീനായി, കപ്പൊക്കെ നല്ലോണം ക്ലീനായില്ലേ. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി വാഷ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചായയുടെ സ്ട്രെയിനർ കണ്ടോ, നല്ല വൃത്തിയായില്ലേ. ഇനിയിപ്പോൾ അതൊക്കെ നന്നായി കഴുകിയെടുക്കണം. ഞാനൊരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോൾ എനിക്കിങ്ങനെ അത് ക്ലീൻ ആക്കലൊരു ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. കണ്ടോ, കപ്പൊക്കെ കണ്ടില്ലേ നല്ലോണം വൃത്തിയായില്ലേ. അപ്പോൾ ഇനി നമ്മൾ നന്നായി കഴുകിയെടുത്ത് ഇനി ഒരു പ്രൊസീജിയർ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്നു, വീണ്ടും നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആ ക്ലോറക്സിൻ്റെ എല്ലാ വാസനയും ഒക്കെ പോകണം കേട്ടോ. അത് പോവും. അതിന് വേറൊരു പ്രൊസീജിയറും ഉണ്ട്, അത് ഞാൻ പറയാം. നമ്മൾ ഈ പാത്രം വീണ്ടും ആ സിങ്കിൽ തന്നെ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കെറ്റിൽ വെള്ളം തിളച്ച്, അങ്ങനെ 2 കെറ്റിൽ വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കുന്നു. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിൽ തന്നെ, നല്ല ചൂടുള്ള വെള്ളമല്ലേ, അപ്പോൾ അങ്ങനെ തന്നെ വെക്കുക. പാത്രം തൊടണ്ട, അങ്ങനെ തന്നെ വെച്ച് അത് ചൂടാറട്ടെ. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂടാറട്ടെ, നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനൊരു ടവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാം തുടച്ചിട്ട് ഞാൻ വെക്കുന്ന സ്ഥലത്തേക്ക് വെക്കും. എൻ്റെ കിച്ചൺ കബോർഡിൽ ഒരു ബേസിനിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അത് കണ്ടില്ലേ, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.